ഹേമ കമ്മിറ്റിയിൽ സർക്കാർ വെട്ടിയ ഭാഗം പുറത്തു വരാതിരിക്കാൻ അട്ടിമറി നടന്നത് വിവരാവകാശ കമ്മീഷനകത്ത്. ദിവസങ്ങൾക്ക് മുൻപ് കമ്മീഷനിലെത്തിയ പരാതി അപ്പീൽ പരിഗണിക്കുന്ന ബെഞ്ചിന് ആദ്യം കൈമാറാതിരുന്നത് ഇതിന്റെ ഭാഗമാണെന്നാണ് സൂചനകൾ. വിധി പറയുന്നതിന് തൊട്ടു മുൻപാണ് പരാതി അബ്ദുൽ ഹക്കീമിന്റെ ബെഞ്ചിന് കൈമാറി ആസൂത്രിതമായ തടസ്സവാദം സൃഷ്ടിച്ചത്. പുറത്തുവിടാൻ എതിർപ്പില്ലെന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ പറയുന്ന സാംസ്കാരിക മന്ത്രി, വിവരാവകാശ കമ്മീഷനിൽ അപ്പോഴും പുറത്തുവിടുന്നതിനെ ശക്തിയുക്തം എതിർക്കുന്ന സാംസ്കാരിക വകുപ്പ്. ഇങ്ങനെ നാടകം മുന്നേറുന്നതിനിടയിലാണ് 11 ഖണ്ഡികകൾ പുറത്തുവിടുന്ന കാര്യത്തിൽ ശനിയാഴ്ച 11 മണിക്ക് വിവരാവകാശ കമ്മീഷണർ തീരുമാനം പറയാൻ മിനിറ്റുകൾ ബാക്കി നിൽക്കെ ഒരു ഹർജി കൂടി പരിഗണനയ്ക്കെത്തുന്നത്. ഈ അപ്പീലാകട്ടെ ദിവസങ്ങൾക്ക് മുന്നേ തന്നെ വിവരാവകാശ കമ്മീഷനിലെത്തിയതാണ്. എന്നാൽ അപ്പീൽ പരിഗണിക്കുന്ന ബെഞ്ചിന് കൈമാറാതെ മറ്റൊരു ബെഞ്ചിൽ അവസാന നിമിഷം വരെ തുടർന്നു. ഇതിന് പിന്നിലെ നീക്കങ്ങളാണ് ദുരൂഹത വർദ്ധിപ്പിക്കുന്നത്. പുറത്തുവിടാൻ ആദ്യം പറഞ്ഞ ഭാഗങ്ങൾ പൂർണ്ണമായും പുറത്തുവിട്ടിട്ടില്ലെന്ന് വിവരാവകാശ കമ്മീഷണർ ഡോക്ടർ എ അബ്ദുൽ ഹക്കീം പ്രതികരിച്ചു. എന്നാൽ പുറത്തുവിടാതിരിക്കാൻ സമ്മർദ്ദമെന്ന വാദം കമ്മീഷണർ അംഗീകരിക്കുന്നില്ല. അങ്ങനൊന്നുമില്ല. എല്ലാ കേസുകളും നമ്മൾ അവർ വാശിയോടാണല്ലോ ഇരുവിഭാഗവും വാദിക്കുന്നതും കേൾക്കുന്നതൊക്കെ. അതൊക്കെ അവർക്കായിരിക്കും, നമുക്ക് സമ്മർദ്ദമൊന്നുമില്ല. വിവരാവകാശ കമ്മീഷൻ ഫുൾ സ്ട്രെങ്തിൽ പോകുന്നു, വളരെ സജീവമായി പോകുന്നു. നല്ലൊരു ടീം ലീഡറാണ് ഞങ്ങൾക്കുള്ളത്. സുന്ദരമായ കാര്യങ്ങൾ. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ മറ്റു ഭാഗങ്ങൾ കൂടി പുറത്തുവിട്ട് സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കരുതെന്ന അഭിപ്രായം വിവരാവകാശ കമ്മീഷനിൽ ഒരു വിഭാഗത്തിനുണ്ട്. ഇതിന്റെ ഭാഗമായിട്ടാണ് ഉത്തരവിറക്കുന്നത് വൈകിക്കാൻ നീക്കം നടത്തിയതെന്നാണ് സൂചനകൾ. മീഡിയ 1 തിരുവനന്തപുരം.